അഭിമന്യു വധക്കേസിൽ രേഖകൾ നഷ്ടമായത് ഗുരുതര വീഴ്ചയെന്ന് IB. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. UAPA കേസ് രേഖകൾ നഷ്ടമായതിന്റെ വിവരങ്ങളും IB ശേഖരിച്ചിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നായിരുന്നു അഭിമന്യു വധക്കേസിലെ നിർണായകമായ 13 രേഖകൾ നഷ്ടമായത്. സുപ്രധാന രേഖകൾ നഷ്ടപ്പെട്ടതിൽ IBയും NIAയും റിപ്പോർട്ടുകൾ കൈമാറിയിട്ടുണ്ട്. കോടതികളിൽ വിചാരണ കാത്തു കഴിയുന്ന കൂടുതൽ UAPA കേസുകളിൽ രേഖകൾ സുരക്ഷിതമാണോ എന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് ഈ സംഘടനയും പോഷക സംഘടനകളും ഉൾപ്പെട്ട ഗുരുതര സ്വഭാവമുള്ള കേസുകളുടെ വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും NIAയും ശേഖരിച്ചിരുന്നു. PFI ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനലുകൾ കുത്തിക്കൊലപ്പെടുത്തിയ എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിന്റെ കേസിലെ വിവരങ്ങളും ഇത്തരത്തിൽ എത്തിയപ്പോഴാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടത് വ്യക്തമായത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം IB ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും CRPC മൊഴികളും അടക്കം നഷ്ടമായത് ഗുരുതര വീഴ്ചയായി കണ്ടെത്തിയിട്ടുള്ളത്. NIAയും രേഖകൾ നഷ്ടമായതിലെ ദുരൂഹത റിപ്പോർട്ട് ചെയ്തിരുന്നു. നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഭാഗം വാദത്തിനിടെ സംശയങ്ങൾ ഉയർത്തുന്നത് പോലും പ്രോസിക്യൂഷൻ വാദങ്ങളെ ദുർബലപ്പെടുത്തും. കോടതികളിൽ നിന്ന് വിചാരണ ഘട്ടത്തിന് മുമ്പ് രേഖകൾ നഷ്ടമായ മറ്റ് ഭീകരവാദ സ്വഭാവമുള്ള കേസുകളുടെ വിവരങ്ങളും IB ശേഖരിച്ചിട്ടുണ്ട്. അഭിമന്യു കേസിനൊപ്പം പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർത്തി സന്ദേശങ്ങൾ കൈമാറിയ UAPA കേസിലെ രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായതിന്റെ വിവരങ്ങൾ ജനൻ TV പുറത്തുവിട്ടിരുന്നു. ഭീകരവാദ സംഘടനയായ PFIയുടെ നിരോധനത്തിലേക്ക് നയിച്ച അരുംകൊലയുടെ നിർണായകമായ രേഖകൾ തന്നെ കോടതിയിൽ നിന്നും നഷ്ടമാകുമ്പോൾ അതിന്റെ ദുരൂഹതകൾ തന്നെയാണ് IB ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ സാധ്യതകളിലേക്ക് തന്നെ വെളിച്ചം വീശുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് IB കൈമാറിയിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.